ഇന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ മഷ്റൂം വെച്ചൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനായി ഞാൻ മഷ്റൂം എല്ലാം ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മഷ്റൂം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമെടുത്ത് ഈ വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് ഈ വെള്ളത്തിലിട്ട് കുറച്ചു നേരം വെച്ചേക്കാം. ഇതിലെന്തെങ്കിലും വിഷാംശമോ കീടാണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഈ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അടുപ്പിക്കാം. 6 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകവും വെളുത്തുള്ളി ഇതിലോട്ട് ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയിട്ട് 1 കൈപ്പിടി തേങ്ങാക്കൊത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായി ഒന്ന് വഴറ്റി വന്നാൽ 3/4 കപ്പ് ചെറിയുള്ളി നടുകെ കീറിയതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഉള്ളി ഇതുപോലെ ഒന്ന് വഴറ്റി വന്നാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഈ പൊടികളെല്ലാം മൂത്ത് വന്നാലുടൻ ഇനി ഇതിലോട്ട് മീഡിയം സൈസ് വലുപ്പമുള്ള 2 തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് തക്കാളി ഇത്രയൊക്കെ വഴണ്ടാൽ മതി. ഇനി മഞ്ഞൾ വെള്ളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം നന്നായി 3-4 പ്രാവശ്യം കഴുകി വാരിയെടുത്ത് ഇതിൽ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. മഷ്റൂമിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഇത് വെന്തുകൊള്ളും. ഇപ്പോൾ ഇതാ മഷ്റൂമിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ മഷ്റൂമിന് അത്യാവശ്യം നല്ല വേവൊക്കെ ഉണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് വെള്ളം വറ്റി വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വിളമ്പാം. മസാലകളൊന്നും ഓവറായി ചേർക്കാതെ സിമ്പിളായിട്ടുണ്ടാക്കിയ ഒരു നല്ല മഷ്റൂം മെഴുക്കുവരട്ടിയാണിത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.